ഞാൻ പേഴ്സണലി അപ്പോൾ അങ്ങനെ സീക്രട്ട് ഏജന്റ് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അവസാനം തന്നെ ചൊറിഞ്ഞാൽ താൻ തിരിച്ചു ചൊറിയുമെന്നുള്ള ആ നിലപാട് ഇപ്പോൾ ശരിവെച്ചിരിക്കുകയാണ് സീക്രട്ട് ഏജന്റ്. താൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വഴക്കുണ്ടാക്കാവൂ, വഴക്കുണ്ടാക്കിയാൽ അത് ഗംഭീര വഴക്കായിരിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. ജിൻഡോയും സീക്രട്ട് ഏജന്റും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ജിൻഡോ വളരെ ബുദ്ധിപരമായിട്ട് കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും കറക്റ്റായിട്ട് പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഓരോ കളിക്കാരുടെയും കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് പ്രതികരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സീക്രട്ട് ഏജന്റ് കിച്ചൺ വർക്ക് ചെയ്യേണ്ട ആളാണ്. അപ്പോൾ കിച്ചണിൽ പോയി ജോലി ചെയ്യുന്നതിന് പകരം, ഫുഡ് ഉണ്ടാക്കുന്നതിന് പകരം ഇപ്പോൾ ജാസ്മിൻ ക്യാപ്റ്റനുമായിട്ട് സംസാരിക്കുന്നു എന്ന ഒരു ആരോപണമാണ് ജിൻഡോ ഉന്നയിച്ചത്. വളരെ ന്യായമായ ആരോപണം തന്നെയാണ്. അതായത് കിച്ചണിൻ്റെ വർക്കാണ് ആദ്യമേ നടക്കേണ്ടത്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുക. അപ്പം സായി പറയുന്നത്, സീക്രട്ട് ഏജന്റ് പറയുന്നത്, ക്യാപ്റ്റൻ എന്നെ വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ചില പേഴ്സണൽ കാര്യങ്ങളാണ് ഞങ്ങളവിടെ സംസാരിക്കുന്നത്. അതായത് കിച്ചണിലെ വർക്ക് ഞാൻ അവിടെ കുറേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്, ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന്, ക്യാപ്റ്റൻ വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ജാസ്മിനും അതിനെ പിന്തുണയ്ക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്, അതുകൊണ്ടാണ് സായി ഇവിടെ വന്നിരുന്നത് എന്നൊക്കെ. അപ്പോൾ ജിൻഡോ പറഞ്ഞത് പറ്റില്ല, കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന ജോലി എടുക്കുന്നതിന് പകരം ഇങ്ങനെ മാറി നിന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ കിച്ചണിലെ ജോലി എങ്ങനെ നടക്കും എന്നുള്ളതും വളരെ ന്യായമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ സീക്രട്ട് ഏജന്റ് അതിശക്തമായി പ്രതികരിച്ചതോടെ ജിൻഡോ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. എന്തായാലും സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട്, താൻ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന ടൈപ്പല്ല, പക്ഷേ തന്നെ ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ താൻ ചൊറിയും. താൻ സീക്രട്ട് ഏജന്റ് ആയിട്ടല്ല വന്നത്, സായി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഹരിയാണനും മല്ലയും തമ്മിലുള്ള ഗംഭീരമായ ഏറ്റുമുട്ടൽ നടക്കുന്നതിൻ്റെ ഇടയാണ് സായി ഈ ജാസ്മിനെ അങ്ങ് ഉന്തി മാറ്റുന്നത്. ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ട, ഇത് ഞാൻ തീർത്തോളാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും ഈ രണ്ട് മല്ലന്മാരുടെ ഇടയിൽ ക്യാപ്റ്റൻ്റെ പവറുമായിട്ടൊക്കെ വന്നാൽ ഇവരെ ഒന്നും ഒതുക്കാൻ പറ്റില്ല. ജാസ്മിൻ്റെ ആ ഹീറോയിസവും ബോസ് കളിക്കുന്ന പരിപാടിയൊന്നും ഇവരുടെ അടുത്ത് നടക്കില്ല എന്ന് മനസ്സിലായി.